മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധയുണ്ടായ 31-കാരി ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനയാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് ഷിബിനയുടെ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അതേസമയം പ്രസവത്തിന് മുമ്പേ അണുബാധ ഉണ്ടായിരുന്നതായും ഹൃദയാഘാതമാണ് മരണകാരണമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. മാർച്ച് 26-നാണ് ഷിബിന വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവിക്കുന്നത്. തുടർന്ന് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഷിബിനയെ വിട്ടയച്ചതായി കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മാർച്ച് 30-ന് അസഹനീയമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വീണ്ടും ആശുപത്രിയിലെത്തി. അപ്പോഴും അധികൃതർ വേണ്ടത്ര ഗൗരവം കാട്ടിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കരളിന് ഉൾപ്പെടെ അണുബാധ ബാധിച്ചതിനാൽ ഡയാലിസിസ് അടക്കം ആരംഭിച്ചിരുന്നു. ആരോഗ്യത്തോടുകൂടി BP ഷുഗർ ഒരു പ്രശ്നമില്ല. 21-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 22, 23, 24, 25 ഒക്കെ കുഴപ്പമില്ല. യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. ആ യൂറിനറി ഇൻഫെക്ഷന് അവർ മരുന്ന് കൊടുത്തപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. കൾച്ചർ ചെയ്തതിന്റെ റിസൾട്ടിൽ അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അതിന്റെ കൂടെ ഈ ബാക്ടീരിയയും കൂടെ കയറിയപ്പം അത് രണ്ടും കൂടെ ഇതായതാണെന്ന് തോന്നുന്നു. ഡയാലിസിസ് ചെയ്തു, PD ചെയ്തു. അവർക്ക് 29-ാം തീയതി 30-ാം തീയതി PD ചെയ്തു. PD ചെയ്തപ്പോൾ BP ഡൗൺ ആയി. അതിനുശേഷം 3 ദിവസം PD കണ്ടിന്യൂ ചെയ്തു. അണുബാധയാണ്, ക്ലെപ്സീലിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കയറിയിരിക്കുന്നത്. ഈ അണുബാധ എങ്ങനെ വന്നെന്ന് അവർക്കറിയത്തില്ല. ഷിബിനയുടെ രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നു. പ്രസവത്തിന് മുൻപേ ഇതുണ്ടായിരുന്നു എന്നതാണ് അധികൃതരുടെ വാദം. എന്നാൽ പ്രസവത്തിന് മുമ്പുള്ള രക്തപരിശോധനകളിലൊന്നും അണുബാധ കണ്ടെത്തിയിരുന്നില്ല എന്നത് ബന്ധുക്കളുടെ ആരോപണത്തിന് ശക്തി പകരുന്നു. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഷിബിന ഇന്ന് മരണപ്പെടുകയായിരുന്നു. മരണവിവരം അറിഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് ആശുപത്രിയിലുണ്ടായത്. അതേസമയം പ്രസവത്തിന് 3 ദിവസം മുമ്പ് തന്നെ രോഗിക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരുന്നുവെന്നും ചികിത്സയിലൂടെ മെച്ചപ്പെട്ട ശേഷം 2 തവണ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം പറഞ്ഞു. സംഭവത്തിൽ പോലീസും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം